നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ല കൊടകര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ താമസക്കാരനായ തയ്യിൽ വീട്ടിൽ ലീല മകൻ സജീഷ്. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തു വരുന്നു. ഇദ്ദേഹത്തിന് അമ്മയും ഭാര്യയും 4 വയസ്സുള്ളതും 7 മാസം പ്രായമുള്ളതുമായ 2 മക്കളാണുള്ളത്. ഇവർക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഒന്നുമില്ല. കൊടകര ഇറിഗേഷൻ പുറമ്പോക്കിൽ 150 ചതുരശ്ര അടി മാത്രമുള്ള ഒരു കുടിലിലാണ് താമസം. എൻ്റെ പേര് സജീഷ്. കൊടകര വീടിൻ്റെ ഞാനിപ്പോൾ 5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ ചേട്ടന്മാരൊക്കെ എല്ലാവരും കൂട്ടി സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് വേറെ ആരും നോക്കാനൊന്നുമില്ല. പുറമ്പോക്കാനാണ് വീട്. സ്വന്തം സ്ഥലങ്ങളോ ഭൂമിയൊന്നുമില്ല ഞങ്ങൾക്ക്. എങ്ങനെയായാലും എല്ലാവരും ഞങ്ങൾ സഹായിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 2 കുട്ടികളുണ്ട്, അവരെ നോക്കണം. നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇവർ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വേറെ ആരില്ല. പിന്നെ അമ്മയ്ക്കും തീരെ വയ്യ, ഭാര്യയ്ക്കും ചെറിയ ശ്വാസമുട്ടിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുടുംബം പോകുന്നത്. സർക്കാർ പദ്ധതികളിലൂടെ കിട്ടുന്ന ആഹാര സാധനങ്ങളും നാട്ടുകാരുടെ സഹായവും മൂലമാണ് ഇവരുടെ ജീവൻ നിലനിർത്തി മുന്നോട്ടു പോകുന്നത്. സജീഷ് ഒരു കരിങ്കൽ പണിക്കാരനായിരുന്നു. 2019 വിവാഹം. തുടർന്ന് 2 കുട്ടികളുമുണ്ടായി. ഇദ്ദേഹത്തിന് പലവിധത്തിലുള്ള അസുഖങ്ങൾ വരികയും അതിനുള്ള ചികിത്സകൾ നടത്തുന്നതിനിടയിൽ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇദ്ദേഹത്തിൻ്റെ 2 വൃക്കകളും പ്രവർത്തനരഹിതമാണെന്നും അത് മാറ്റിവെക്കലല്ലാതെ വേറെ പോം വഴി ഒന്നുമില്ലെന്നും പറഞ്ഞത്. അതിനെ തുടർന്ന് ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ വീതം ചെയ്തു പോരുന്നു. ഞാൻ 2009 തൊട്ട് 2018 വരെ ഞാൻ കൂലിപ്പണി, കരിങ്കൽ പണിയായിരുന്നു എനിക്ക്. പണി നടക്കുന്ന സമയത്ത് 2017 കാലഘട്ടത്തിലാണ് എനിക്ക് ചെറുതായിട്ട് ഒരു തലകറക്കം വന്നത്. അതിന് പിന്നെ ഡോക്ടറെ കണ്ടിരുന്നു, മെഡിസിൻ ചെറുതായിട്ട് കഴിച്ചിരുന്നു ഞാൻ. പക്ഷേ അത് ശരിയായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് 2019 എൻ്റെ കല്യാണം നടക്കുന്നത്. ജൂണിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പിന്നെ അങ്ങനെ 2021 ഫെബ്രുവരി 23 ഈ ഡയാലിസിസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഒരു 5 വർഷത്തോളം ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായി ഇപ്പോൾ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുട്ടികളുടെ പഠിത്തം നോക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടിലൊക്കെ ചിലവും കാര്യങ്ങളും നോക്കണം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം ഇപ്പോൾ. പിന്നെ അതിനിടയ്ക്ക് കുട്ടികൾക്ക് വയ്യാണ്ടാവുന്നുണ്ട്. അതിന് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കണം ഇപ്പോൾ. വൃക്ക മാറ്റിവെക്കുവാൻ അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്തുവാൻ ഇവർ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അത് വിഫലമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വൃക്ക സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവും ഭാര്യയുടെ B പോസിറ്റീവും ആയതിനാൽ പ്ലാസ്മ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള സർജറിയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്.
പേര് അനീഷ. ഞാൻ സജീഷിൻ്റെ വൈഫാണ്. അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ രോഗമാണ്. 5 വർഷത്തോളമായി 3 ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണ്, മോളാണ് മോനാണ്. അവർ കുഞ്ഞു കുട്ടികളാണ്. പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു വരുമാന മാർഗം ഉണ്ടായതാണ് ഏട്ടൻ. ആൾക്കിപ്പോൾ ജോലിക്ക് പോകാനും ഒന്നിനും പറ്റുന്നില്ല. ഡയാലിസിന് പോണ കാരണം, ആളുടെ കൂടെ നിൽക്കണ കാരണം എനിക്കും ഒന്നിനും പോകാൻ പറ്റണില്ല. ഞങ്ങൾ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിലാണ് ആദ്യം ചികിത്സിച്ചിരുന്നത്. പിന്നെ അവിടുന്ന് ഡോക്ടർമാർ പോയതുകൊണ്ട് ഞങ്ങളിപ്പോൾ എടപ്പള്ളി അമൃത ഹോസ്പിറ്റലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് ചെയ്യുന്നത് ഇവിടെ കൊടകര ശാന്തിയിലാണ്, പ്രൈവറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് കടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നാട്ടുകാരുടെയും ചേട്ടന്മാരുടെയും സഹായത്തോടു കൂടിയാണ് ഡയാലിസിസും വീട്ടിലെ ചിലവുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട് ഡോണറെ കിട്ടാത്തതെല്ലാം, പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യസ്തമായ കാരണം ആൾക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടി വരുന്ന കാരണം ഒട്ടും പറ്റുന്നില്ല എന്നാണ് എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്. ആളുടെ ചികിത്സയ്ക്കും ഞങ്ങളുടെ വീട്ടു ചെലവിനായാലും മക്കളുടെ കാര്യങ്ങൾക്കായാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ആൾ മാത്രമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഗുഡ്നസ് ടിവിയിൽ സമന്വയം പരിപാടി കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകരും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി സാമ്പത്തികം ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെയാലും മുന്നോട്ട് പോകണം, 2 ചികിത്സ നടത്തണം, മക്കളുടെ കാര്യങ്ങളും ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സർജറിക്കുള്ള 14 ലക്ഷം എന്ന ഭീമമായ തുക കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ച സർജറി 2 പ്രാവശ്യമായി മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചതും ശമരിയൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ തന്നതും. ഇപ്പോൾ ഇവർ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരുടെ മനസ്സലിവിനായി കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് സനീഷാണ്, സജീഷിൻ്റെ ചേട്ടനാണ്. ആളിങ്ങനെ വരുമ്പോൾ കുറച്ച് നാളുകളായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ എല്ലാവരും, ചേട്ടനന്മാരും വീട്ടുകാർക്ക് സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആശുപത്രി ചിലവുണ്ട്, കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആരും നോക്കാനൊന്നുമില്ല, ഞങ്ങൾ മാത്രമുള്ളൂ. പിന്നെ എല്ലാവരും സഹായിക്കുക. ബുദ്ധിമുട്ടിലാണ്. ഈ 33 വയസ്സിൽ തന്നെ രോഗിയായതിനാൽ തൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കേണ്ടുന്ന തനിക്ക് അതിനാവാതെ, അതുപോലെ തന്നെ തൻ്റെ രോഗത്തിനുള്ള ശാശ്വത പരിഹാരമായ വൃക്ക മാറ്റിവെക്കൽ നടത്തുവാനാകാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കേണ്ടുന്ന ഈ അവസ്ഥ വന്നതിൽ ഇദ്ദേഹം അതീവ ദുഃഖിതനും മക്കളുടെ ഭാവിയെ ഓർത്ത് ഉത്കണ്ഠാകുലനുമാണ്. എൻ്റെ പേര് ലീല. ഇതെൻ്റെ മോൻ സജീഷ്. അവന് ഇത്ര വർഷങ്ങളായി അസുഖങ്ങൾ വന്നിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്നാലും എനിക്ക് പറയാനും പറ്റണില്ല. ഓരോ കാര്യങ്ങൾ ഇവരെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് ഓടി നടന്നു, വയ്യാണ്ടായി. അതിനു വേണ്ടി എന്നെ സഹായിക്കുക എല്ലാവരും കൂടി. കുഞ്ഞ് 2 മക്കളുണ്ട്. ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശേണ്ടത് നമ്മളുടെ ഒരു കടമയായി സ്വീകരിക്കണം എന്ന അപേക്ഷയാണ് ശമരിയൻ പ്രോഗ്രാം കാണുന്ന ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ള അപേക്ഷ. ദൈവസ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഇവരുടെ ജീവിതത്തിന് ഊർജമായി മാറുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇവരെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയുമാണ്. ദൈവം അതിനുള്ള കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. സസ്നേഹം, ശമരിയൻ.
വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സുമ്മൽ CS എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി ഇപ്പോഴും കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. സുമ്മൽ 50 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 3 വർഷമായിട്ട് ഡയാലിസിസ്, കിഡ്നി ഫെയിലിയർ ആയതിൻ്റെ ഫലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കൊച്ചും അമ്മയുമാണ് വീട്ടിലുള്ളത്. അദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ രോഗം പിടിപെട്ടത്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഇപ്പോഴും ലൂർദ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു തുണിക്കടയിലെ ജോലിയാണുള്ളത്. വളരെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം പുറന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് സുമ്മലിന് ഈ രോഗം പിടിപെടുകയും ചികിത്സ ആവശ്യമായിട്ട് വരികയും ചെയ്തത്. നല്ല ആളുകളുടെ സഹായവും സഹകരണവും ഒക്കെ കൊണ്ടാണ് ഇത്രയും നാളും അദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV സുമ്മലിനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുഡ്നസ് TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് തയ്യാറായത്. അപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമുക്ക് 1,70,70,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ആ തുക ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകരുടെ പേരിൽ ഞാനിപ്പോൾ സുമ്മലിന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഈ സുമ്മലിൻ്റെ രോഗവിവരം അറിയാനായിട്ടിടയായപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 1,70,000 രൂപ സമാഹരിക്കുന്നതിനും സുമ്മലിന് കൈമാറുന്നതിനും സാധിച്ചത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ഔദാര്യ മനോഭാവത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തുമൊക്കെ നൽകിയത് കൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ ദയനീയ അവസ്ഥ കാണുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് തയ്യാറാകുന്നത്. ദൈവത്തിന് നമുക്ക് ആരോഗ്യവും ആയുസ്സുമൊക്കെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ സുമ്മലിനെ നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരുന്നോ ലേപനവും ഒന്നും അല്ലല്ലോ, കർത്താവിൻ്റെ വചനമാണല്ലോ സൗഖ്യപ്പെടുത്തുന്നത് എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ സുമ്മലിന് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുന്നതിനും വേണ്ടി അദ്ദേഹത്തെ ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയ ഗുഡ്നസ് TV പ്രേക്ഷകരെ, വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന എനിക്ക് ചികിത്സാ സഹായമായി തുക സ്വരൂപിച്ചു തന്ന ബഹുമാനപ്പെട്ട ഗുഡ്നസ് TV പ്രേക്ഷകരോട് പ്രാർത്ഥനാപൂർവം ഞാൻ നന്ദി അറിയിക്കുന്നു.